ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ഡിസൈൻ തന്നെ റിപ്ലിക്ക് അതായത് ഞാൻ ഇട്ടേക്കുന്നത് തന്നെ ചെറിയ വേരിയേഷൻ ഉള്ള ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ ഒത്തിരി പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, വരാൻ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പം അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ തന്നെ സെമി സിൽക്ക് ബേസ് ഫാബ്രിക്കിൽ ഇതേപോലെ യോക്കിൽ ഓൾമോസ്റ്റ് ഇതുപോലെ വർക്ക് വരുന്നൊരു ഡിസൈനാണ്. കാണുമ്പോൾ അത്യാവശ്യം ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ കൂടുതലും കൊണ്ടുവയ്ക്കുന്നത് ഡാർക്ക് ആയിട്ട് സെമി സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് ആയിട്ടുള്ള കളർ ചാർട്ടാണ്. ഞാൻ ഇട്ടേക്കുന്ന ഡിസൈനിൽ കൂടുതലും ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആയിരുന്നു. ഇതിൽ ചൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നേക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് അതിന് നല്ല വിട്ടും അതുപോലെ നമ്മുടെ ഓൺ ഡിസൈൻ്റെ ലെങ്ത് ഉണ്ട്. ഇങ്ങനെയാണ് എൻ്റെ യോക്ക് വരിക. ഒരു ഫാൻസി ആയിട്ടൊരു ലേസ് അറ്റാച്ച്മെന്റ് അതിനകത്ത് ഇതുപോലെ സ്റ്റിക്കർ പാറ്റേൺ ചെയ്തിരിക്കുന്നു. ഫാൻസി ഐറ്റം ആണ്. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് എന്നാലും യൂസ് ചെയ്യാൻ പറ്റും. സെമി സിൽക്ക് ഫാബ്രിക് ആണ്. ബോട്ടം ഹെവി സാൻഡൂൺ ഫാബ്രിക് ആണ് കൊടുത്തേക്കുക. ടോപ്പ് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ട് വേണമല്ലോ ഓർ എ ലൈൻ ആയിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ദുപ്പട്ടയിൽ വരുമ്പോഴും ഇതുപോലെ പ്ലെയിൻ ആക്കിയിട്ട് ബോർഡേഴ്സിൽ ഇതുപോലെ ചെയ്തിരിക്കുന്നുണ്ടോ. ഈ ഒരു സ്റ്റിക്കർ പാറ്റേൺ 4 ബോർഡേഴ്സിലും ചെയ്തിട്ടുണ്ട്. സെയിം ഡിസൈൻ, ഫാബ്രിക് ചേഞ്ച് ആയി. ആ ഫാബ്രിക് കുറച്ചുകൂടെ പ്രീമിയം ഞാൻ ഇട്ടേക്കുന്ന ഫാബ്രിക് ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഈ ഒരു ഡിഫറെൻറ്റ് ഫാബ്രിക് ആണ്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ഇഷ്ടമില്ലാത്തവർ പ്രിഫർ ചെയ്യുന്നതാണ് ഈ സെമി സിൽക്ക് ബേസ് ആയിട്ടുള്ള ഫാബ്രിക്. ഇങ്ങനെയാണ് എൻ്റെ ലുക്ക്. സോ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. വർക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതാണ് അടുത്ത കളറിൻ്റെ ലുക്ക്. ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഓണം സ്പെഷ്യലായിട്ട് വരുന്ന ഡിസൈൻസുകളാണെന്നാൽ അത്യാവശ്യം ഹെവി ആയിട്ട് അതിൽ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫാൻസി വർക്ക് ആണെങ്കിൽ പോലും 899 പ്രൈസ് റേഞ്ചിലാണ് സെമി സിൽക്ക് പ്രൈസ് ഇതിൻ്റെ റേറ്റ്. സോ അപ്പോൾ അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ബേസ് ആയിട്ടുള്ള കളറാണ്. ഇതുണ്ടോ, ഓൾമോസ്റ്റ് ഇത്രയും വിട്ട് വരുന്നുണ്ട്. നല്ല വണ്ണം ഉള്ളവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വിട്ട് നമ്മളതിന് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 2.6 വരുന്നുണ്ട്. യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് വർക്ക് പാറ്റേൺ ചെയ്തേക്കുന്നു. ലേസ് അതിൽ ഫുള്ളും ഇങ്ങനെ സ്റ്റിക്കർ പാറ്റേൺ. ദുപ്പട്ട സെയിം ഫാബ്രിക്. അതിൽ വന്നിട്ട് ബോർഡേഴ്സ് 4 ബോർഡേഴ്സിലും ഈ ഒരു വർക്ക് തന്നെ. സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ് ബോർഡർ. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. സെമി സിൽക്ക് ഫാബ്രിക്. ബോട്ടം ഹെവി സാൻഡൂൺ സെയിം കളർ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടം ചെയ്തേക്കുക. 2 മീറ്റർ ആണ് കൊടുത്തേക്കുക. 899 പ്രൈസ്. സോ ഇത് ഒരു കൈൻഡ് ഓഫ് ബോട്ടിൽ ഗ്രീൻ വേരിയൻ്റ് ആണ്. വീഡിയോയിൽ ഈ ഒരു കളർ കറക്റ്റ് ആ ഗ്രീൻ ആയിട്ടല്ല, കുറച്ചൊരു ഒരു ഫോറസ്റ്റ് ബീക്സ് ആയിട്ടുള്ള ഗ്രീൻ കളറായിട്ടാണ് വരുന്നത്. ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല, അതായത് ഇതിൽ ഫുള്ളും നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സും ഫാബ്രിക്കിലും ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടതിലെല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആയിരുന്നു. അതൊരു ഫാബ്രിക്കിന് ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഫാബ്രിക്കിൽ ഡാർക്ക് ഷെയ്ഡ്സും ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പ് ഷെയ്ഡ്സ് വരുമ്പം ഇതിൻ്റെ ആ ഗ്ലിറ്ററി ലുക്ക് കിട്ടണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് വന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പം രണ്ടും എടുത്ത് വെക്കാം, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് അതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ലൊരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അധികം എപ്പോഴും നമ്മൾ കൊണ്ടുവരാത്ത ടൈപ്പ് ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ബോർഡേഴ്സ് വരുന്നേക്കുന്നത്. 4 ബോർഡേഴ്സിലും ഈ സെയിം വർക്ക് ഉണ്ട്. പിന്നെ യോക്കിൽ ഇതുപോലെ തന്നെ. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള എന്നാൽ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നിൽക്കുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുക. അപ്പോൾ മാക്സിമം വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യുക. 899 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.